മുംബൈയിലെ പ്രശസ്തമായ സിദ്ധിവിനായക് ക്ഷേത്രത്തിലെ കാണിക്കപ്പണത്തിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. കഴിഞ്ഞ 5 വർഷത്തിലെ ക്ഷേത്രത്തിലെ സാമ്പത്തിക രേഖകളും കാണിക്കപ്പണത്തിന്റെ കണക്കുകളും വിശദമായി പരിശോധിക്കും. ക്ഷേത്രത്തിൽ നിന്നും പ്രതിപക്ഷം 18 കോടി രൂപയോളം തട്ടിയെടുത്തെന്ന് രാജ് താക്കറെ ഉന്നയിച്ചിരുന്നു. മുംബൈയിലെ സിദ്ധിവിനായക് ക്ഷേത്രത്തിലെ കാണിക്കപ്പണത്തിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തെ തുടർന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ നടപടി. ക്ഷേത്രത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ രേഖകൾ പരിശോധിച്ച് സമഗ്ര അന്വേഷണം നടത്താനാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2023 മുതൽ 2026 വരെയുള്ള ക്ഷേത്രത്തിലെ വരുമാനത്തിന്റെയും കാണിക്കപ്പണത്തിന്റെയും വിശദമായ കണക്കുകൾ ക്ഷേത്ര ട്രസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ക്ഷേത്രത്തിൽ നിന്ന് പ്രതിവർഷം 18 കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന ആരോപണം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന അധ്യക്ഷൻ രാജ് താക്കറെ उन्नयिचिരുന്നു. हे सगळं म्हणजे 18 कोटी रुपये दर वर्षाचे सिद्धिविनायक मंदिरामधनं चोरी होतीये. आपण भाबडेपणाने भाविकपणे आपण तिकडे जातोय, दानपेटीमध्ये आपण टाकतोय. हे असल्या चोऱ्या होत आहेत. ही माणसं सगळी मंदिरं लुटतायत. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും രംഗത്തെത്തിയിരുന്നു. ക്ഷേത്രത്തിലെ 11 ട്രസ്റ്റിമാരിൽ 8 പേർ ഒപ്പിട്ട കത്ത് രാജ് താക്കറെ പുറത്തുവിട്ടിരുന്നു. ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ വിവാദത്തിനും വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുന്ന അന്വേഷണത്തിലൂടെ ആരോപണങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തുവരുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.